ഹായ് ഫ്രണ്ട്സ്, എക്സാം സെലക്ടീവ് സ്റ്റഡി ചാനലിലേക്ക് സ്വാഗതം. ലാബ് അസിസ്റ്റന്റ് എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് മോക്ക് ടെസ്റ്റ് ടോപ്പിക് ഫിസിക്സ്. ഇന്നത്തെ മോക്ക് ടെസ്റ്റിനുള്ള ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. റീസെന്റ് ആയിട്ട് നടന്ന സയൻസ് റിലേറ്റഡ് എക്സാമായ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എക്സാമിന്റെ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളാണ്. ഡയറി ഫാം ഇൻസ്ട്രക്ടർ എക്സാമിലെ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, what are the four fundamental forces of nature from strongest to weakest? Options: Option A, weak nuclear force, gravity, electromagnetic force, strong nuclear force. Option B, strong nuclear force, electromagnetic force, weak nuclear force, gravity. Option C, weak nuclear force, electromagnetic force, gravity, strong nuclear force. Option D, electromagnetic force, gravity, strong nuclear force, weak nuclear force. What are the four fundamental forces of nature from strongest to weakest? Answer: strong nuclear force, electromagnetic force, weak nuclear force, gravity. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഫോഴ്സ്, ഓപ്ഷൻ ബി റിലേറ്റീവ് ഡെൻസിറ്റി, ഓപ്ഷൻ സി സ്ട്രെസ്, ഓപ്ഷൻ ഡി വർക്ക്. ഐഡന്റിഫൈ ദ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ഫ്രം ദ ഫോളോയിങ്. ആൻസർ: റിലേറ്റീവ് ഡെൻസിറ്റി. ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഡയമെൻഷൻ ഇല്ലാത്തത് റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി ഹാസ് നോ ഡയമെൻഷൻ. ഇവിടുത്തെ മറ്റോ മൂന്ന് ഓപ്ഷൻസ് ആയ ഫോഴ്സ്, സ്ട്രെസ്, വർക്ക്, ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെല്ലാം ഡയമെൻഷൻസ് ഉണ്ട്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ റിലേറ്റീവ് ഡെൻസിറ്റിക്കാണ് ഡയമെൻഷൻ ഇല്ലാത്തത്. നമുക്ക് ഓപ്ഷനിലെ മറ്റു മൂന്ന് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിലെ ഡയമെൻഷൻ നോക്കാം. ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫോർമുല ഡയമെൻഷൻ. ഫോഴ്സ്, ഫോഴ്സിന്റെ ഫോർമുല മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഫോഴ്സിന്റെ ഡയമെൻഷൻ m1l1 t-2. ഫോഴ്സ് ഡയമെൻഷൻ m1l1 t-2. നെക്സ്റ്റ്, സ്ട്രെസ് ഫോർമുല ഫോഴ്സ് ഡിവൈഡഡ് ബൈ ആക്സലറേഷൻ. ഡയമെൻഷൻ m1l-1 t-2. ഇപ്പോൾ തന്നെ ഡയമെൻഷൻസ് ഒക്കെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. സ്ട്രെസ് ഡയമെൻഷൻ m1l-1 t-2. വർക്ക്, വർക്കിന്റെ ഫോർമുല ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഡയമെൻഷൻ m1l2 t-2. ഇവിടുത്തെ ചോദ്യം ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനായിരുന്നു. തന്നിരിക്കുന്ന ഓപ്ഷനിലെ റിലേറ്റീവ് ഡെൻസിറ്റിക്കാണ് ഡയമെൻഷൻ ഇല്ലാത്തത്. മറ്റ് മൂന്ന് ഓപ്ഷൻസിന്റെ ഡയമെൻഷനാണ് നമ്മൾ നോക്കിയത്. ഫോഴ്സ്, സ്ട്രെസ്, വർക്ക്. ഫോഴ്സ് ഡയമെൻഷൻ m1l1 t-2. സ്ട്രെസ് ഡയമെൻഷൻ m1l-1 t-2. വർക്ക് ഡയമെൻഷൻ m1l2 t-2. അടുത്ത ചോദ്യം, എ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് r. What is the distance and displacement of the particle after one complete revolution? നമ്മൾ നോക്കുന്ന ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഫിസിക്സിന്റെ എല്ലാ ടേമിന്റെയും മലയാളത്തിൽ പറയാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പോയിന്റ്സ് വായിച്ച് പറഞ്ഞു തരുന്നതാണ്. നിങ്ങളത് ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഇവിടുത്തെ ചോദ്യം എന്താണ്? എ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് r. ഒരു പാർട്ടിക്കിൾ, ഒരു വസ്തു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയാണ്. ആ വസ്തുവിന്റെ റേഡിയസ് r. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ആഫ്റ്റർ വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ? ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ കഴിയുമ്പോൾ ആ വസ്തുവിന്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എന്താണെന്നാണ് ചോദ്യം. പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് r. What is the distance and displacement of the particle after one complete revolution? Options: Option A 2 pi r 0. Option B 0 2 pi r. Option C pi into r 0. Option D 0 pi into r. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആ പാർട്ടിക്കിളിന്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ആണ്. ആൻസർ 2 pi r 0. അതായത് ആ പാർട്ടിക്കിളിന്റെ ഡിസ്റ്റൻസ് 2 pi r-ഉം ഡിസ്പ്ലേസ്മെന്റ് 0 എന്നാണ് പറയുന്നത്. പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് r. വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ആഫ്റ്റർ വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ? ആഫ്റ്റർ വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ, ദ ഡിസ്റ്റൻസ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് 2 pi r ആൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് 0. ഇനി എങ്ങനെയാണ് ഈ 2 pi r-ഉം 0-യും വന്നതെന്ന് നോക്കാം. ഡിസ്റ്റൻസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ. പെരിമീറ്റർ കണ്ടുപിടിക്കേണ്ട ഫോർമുല 2 into pi into r. 2 pi r. ഇവിടെ പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. റേഡിയസ് r ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ വസ്തുവിന്റെ റേഡിയസ് r ആണെന്നും ആ വസ്തു സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഡിസ്റ്റൻസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ. പെരിമീറ്റർ ഓഫ് ദ സർക്കിളിന്റെ ഫോർമുല 2 pi r. നെക്സ്റ്റ്, ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ
ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. അതായത് ഒരു വസ്തു സർക്കുലർ റൊട്ടേഷനിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് തിരിച്ച് എയിൽ തന്നെ വന്നു നിൽക്കുന്നു. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. അത് റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും സെയിം ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന സർക്കുലർ പാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വസ്തു ഇപ്പോൾ ഇവിടെ എ എന്നുള്ള പോയിന്റിൽ തുടങ്ങി കംപ്ലീറ്റ് റെവല്യൂഷനായിട്ട് തിരിച്ച് അതേ പോയിന്റിൽ തന്നെ എത്തുകയാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. ഇവിടെ ഫൈനൽ പൊസിഷനും ഇനിഷ്യൽ പൊസിഷനും ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 0 എന്ന് വന്നത്. സോ ഡിസ്പ്ലേസ്മെന്റ് ഈസ് 0. ദ ഡിസ്റ്റൻസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ പറയാൻ കാരണം ഇവിടെ ക്വസ്റ്റനിൽ പറയുന്നുണ്ട് പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത് വിത്ത് എ റേഡിയസ് r. അപ്പോൾ സർക്കുലർ പാത്ത് ആയതുകൊണ്ട് പെരിമീറ്റർ ആണ് കണ്ടുപിടിച്ചത്. സർക്കുലർ പാത്ത് പറഞ്ഞുകൊണ്ടാണ് പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ഈക്വൽ ടു 2πr. Next, displacement. Displacement equal to final position minus initial position is 0. A particle moves along a circular path of radius r. What is the distance and displacement of the particle after one complete revolution? Answer 2πr 0. Distance equal to 2 into pi into r and displacement is 0. Physics explanation നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. അപ്പോൾ ഫിസിക്സിൻ്റെ ഈ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്തതിൽ പോരായ്മയുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. അടുത്ത ചോദ്യം, വിച്ച് among the following is a scalar quantity? തന്നിരിക്കുന്നതിൽ ഏതാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഡിസ്പ്ലേസ്മെന്റ്, ഓപ്ഷൻ ബി ആക്സലറേഷൻ, ഓപ്ഷൻ സി പ്രഷർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. വിച്ച് among the following is a scalar quantity? ആൻസർ പ്രഷർ. തന്നിരിക്കുന്നതിൽ സ്കെയിലാർ ക്വാണ്ടിറ്റി പ്രഷർ ആണ്. വിച്ച് among the following is a scalar quantity? പ്രഷർ. മറ്റ് രണ്ട് ഓപ്ഷൻസ് ആയ ഡിസ്പ്ലേസ്മെന്റും ആക്സലറേഷനും വെക്റ്റാർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ആണ്. ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റാർ. സ്കെയിലാർ ക്വാണ്ടിറ്റിയും വെക്റ്റാർ ക്വാണ്ടിറ്റിയും ഉണ്ട്. ഇതിൽ ഡിസ്പ്ലേസ്മെന്റും ആക്സലറേഷനും വെക്റ്റാർ ക്വാണ്ടിറ്റിയാണ്. പ്രഷർ സ്കെയിലാർ ക്വാണ്ടിറ്റി. പോയിന്റ്സ് വായിക്കുമ്പോൾ തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളിവിടെ രണ്ട് ടേം കണ്ടു, വെക്റ്റാർ ആൻഡ് സ്കെയിലാർ ക്വാണ്ടിറ്റി. എന്താണ് വെക്റ്റാർ ക്വാണ്ടിറ്റി, എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റി നോക്കാം. സ്കെയിലാർ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റീസ് വിത്ത് മാഗ്നിറ്റ്യൂഡ്സ് ഉള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റീസ് വിത്ത് മാഗ്നിറ്റ്യൂഡ്സ് ഓൺലി, മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഡിസ്റ്റൻസ്, സ്പീഡ്, മാസ് ആൻഡ് ടെമ്പറേച്ചർ. ഡിസ്റ്റൻസ്, സ്പീഡ്, മാസ് ആൻഡ് ടെമ്പറേച്ചർ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. Next, vector quantities. Quantities that have both magnitude and direction are called vector quantities. ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡുമുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ വെക്റ്റാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ. ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. അതിനാലാണ് ഇവ വെക്റ്റാർ ക്വാണ്ടിറ്റീസ് എന്നറിയപ്പെടുന്നത്. സ്കെയിലാർ ക്വാണ്ടിറ്റീസിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. എക്സാമ്പിൾ ഡിസ്റ്റൻസ്, സ്പീഡ്, മാസ്, ടെമ്പറേച്ചർ, പ്രഷർ ഒക്കെ സ്കെയിലാർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ ആണ്. വെക്റ്റാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ quantities with magnitude and direction, both magnitude and direction is present. Quantities which have both magnitude and direction, then they are vector quantities. Example displacement, velocity, acceleration. അടുത്ത ചോദ്യം, which law is also known as law of inertia? Law of inertia എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്ന ഏത് ലോ എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, ഓപ്ഷൻ ബി ന്യൂട്ടൺ സെക്കൻഡ് ലോ, ഓപ്ഷൻ സി കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി above. Which law is also known as law of inertia? Answer: Newton's first law. Which law is also known as law of inertia? Newton's first law. Extra points നോക്കാം. The law of inertia was first given by Galileo Galilei, born in Pisa, Italy in 1564, for horizontal motion on Earth. It was discovered and stated and proved by Sir Isaac Newton. The law also known as law of inertia is Newton's first law. അടുത്ത ചോദ്യം, Hooke's law is. Options: option A stress directly proportional to strain cube, option B stress directly proportional to root of strain, option C stress directly proportional to strain, option D strain directly proportional to 1 by stress. Hooke's law is. Answer: stress directly proportional to strain. Hooke's law,
Stress directly proportional to strain. അടുത്ത ചോദ്യം ആക്ഷൻ ഓഫ് ഡിറ്റർജൻസ്. ഓപ്ഷൻസ്. ഓപ്ഷൻ എ decrease the surface tension of water. Option B increase the viscosity of water. Option C increase the surface tension of water. Option D none of the above. Action of detergents. Answer decrease the surface tension of water. Action of detergent decrease the surface tension of water. അടുത്ത ചോദ്യം sea breeze is based on. Options. Option A radiation. Option B convection. Option C conduction. Option D none of these. Sea breeze is based on. Answer convection. Sea breeze is based on convection. അടുത്ത ചോദ്യം the relation connecting frequency f and time period t of a periodic motion is. The relation connecting frequency f and time period t of a periodic motion is. Options. Option A f equal to 2 pi into t. Option B f equal to 2 into t. Option C f equal to t by 2 pi. Option D f equal to 1 by t. The relation connecting frequency and time period of a periodic motion is. Answer f equal to 1 by t. The relation connecting frequency and time period t of a periodic motion is f equal to 1 by t. നമ്മുടെ കറക്റ്റ് ഇക്വേഷനിൽ ഫ്രീക്വൻസി വി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ടൈം പീരീഡ് ടി. ഫ്രീക്വൻസിയും ടൈം പീരീഡും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഫ്രീക്വൻസി ഈക്വൽ ടു 1 ബൈ ടൈം പീരീഡ്. അടുത്ത ചോദ്യം ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ഈസ്. ഓപ്ഷൻ. ഓപ്ഷൻ എ q equal to plus or minus ne. Option B q equal to n square e. Option C q equal to n divided by e. Option D none of the above. Quantization of charge is. Answer q equal to plus or minus n into e. Quantization of charge is q equal to plus or minus ne. അടുത്ത ചോദ്യം യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ്. Options. Option A joule per coulomb. Option B Newton per coulomb. Option C volt per meter. Option D none of the above. Unit of electric potential is. Answer joule per coulomb. Unit of electric potential is joule per coulomb. Extra points നോക്കാം. In the international system of units SI, electric potential is expressed in units of joule per coulomb, that is volt. വോൾട്ട് എന്ന് വന്നാലും ആൻസർ കറക്റ്റ് ആണ്. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ജൂൾ പെർ കൂളം ഓർ വോൾട്ട്. ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വിൽ ബി ജൂൾസ് പെർ കൂളം ഓർ വോൾട്ട്. അടുത്ത ചോദ്യം വിച്ച് അമംഗ് ദ ഫോളോയിങ് മെറ്റീരിയൽ ദാറ്റ് ഒബൈ ഓംസ് ലോ. ഓപ്ഷൻസ്. ഓപ്ഷൻ എ ഡയോഡ്. ഓപ്ഷൻ ബി കണ്ടക്ടേഴ്സ്. ഓപ്ഷൻ സി വാക്വം ട്യൂബ്. ഓപ്ഷൻ ഡി തെർമിസ്റ്റേഴ്സ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ദാറ്റ് ഒബൈ ഓംസ് ലോ. ആൻസർ കണ്ടക്ടേഴ്സ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് മെറ്റീരിയൽ ദാറ്റ് ഒബൈ ഓംസ് ലോ. Conductors. Ohm's law states that V directly proportional to I, that is V equal to R into I. Here V equal to voltage, I equal to current. The constant of proportionality R is called a resistance of the conductor. V directly proportional to I, V equal to Ri, V equal to Ri. Here V equal to voltage, I equal to current, and R is the resistance of the conductor. The SI unit of resistance is ohm. ഇവിടെ റെസിസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് ആണ് തന്നിരിക്കുന്നത് ഓം. റെസിസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് ഓം. അടുത്ത ചോദ്യം എ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എബവ് ക്യൂറി ടെമ്പറേച്ചർ. എ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എബവ് ക്യൂറി ടെമ്പറേച്ചർ. ഓപ്ഷൻസ്. ഓപ്ഷൻ എ ബിക്കംസ് ഡയാമാഗ്നറ്റിക്. ഓപ്ഷൻ ബി ബിക്കംസ് പാരാമാഗ്നറ്റിക്. ഓപ്ഷൻ സി റിമൈൻസ് ഫെറോമാഗ്നറ്റിക്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. എ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എബവ് ക്യൂറി ടെമ്പറേച്ചർ becomes paramagnetic. A ferromagnetic substance above Curie temperature becomes paramagnetic. Extra points നോക്കാം. The ferromagnetic property depends on temperature. At high enough temperature, a ferromagnet becomes a paramagnet. അടുത്ത ചോദ്യം The principle behind transformer is. Options. Option A self-induction. Option B mutual induction. Option C electromagnetic induction. Option D none of the above. The principle behind transformer is. Answer mutual induction. The principle behind transformer is mutual induction. അടുത്ത ചോദ്യം tuning of radio is based on. Options. Option A electromagnetic induction. Option B self-induction. Option C resonance. Option D none of the above. Tuning of radio is based on. Answer resonance.
അടുത്ത ചോദ്യം, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്ഷൻസ്. ഓപ്ഷൻ എ റിഫ്ലക്ഷൻ, ഓപ്ഷൻ ബി ഡിഫ്രാക്ഷൻ, ഓപ്ഷൻ സി സ്കാറ്ററിംഗ്, ഓപ്ഷൻ ഡി ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഒപ്റ്റിക്കൽ ഫൈബർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. ആൻസർ total internal reflection. Optical fiber works on the principle of total internal reflection. അടുത്ത ചോദ്യം, in photoelectric effect the number of photoelectrons emitted per second depends on. In photoelectric effect the number of photoelectrons emitted per second depends on. Options. Option A intensity of incident light, option B frequency of incident light, option C wavelength of incident light, option D none of the above. In photoelectric effect the number of photoelectrons emitted per second depends on. Answer intensity of incident light. In photoelectric effect the number of photoelectrons emitted per second depends on intensity of incident light. അടുത്ത ചോദ്യം, the source of energy of the sun is. Options. Option A Compton effect, option B nuclear fission, option C nuclear fusion, option D photoelectric effect. The source of energy of the sun is. Answer nuclear fusion. The source of energy of the sun is nuclear fusion. അടുത്ത ചോദ്യം, the process of conversion of alternating current into direct current is known as. Options. Option A oscillation, option B amplification, option C rectification, option D modulation. The process of conversion of alternating current into direct current is known as rectification. The process of converting alternating current into direct current is known as rectification. അതായത് the process of converting AC to DC. AC to DC എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറന്റിനെ ഡയറക്റ്റ് കറന്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, എ മൂവിംഗ് ബോഡി ഹാസ് എ കൈനറ്റിക് എനർജി 50 ജൂൾ. ദ വർക്ക് ഡൺ ടു സ്റ്റോപ്പ് ദ ബോഡി ഈസ് ഗിവൺ ബൈ. ഓപ്ഷൻസ്. ഓപ്ഷൻ എ 25 ജൂൾ, ഓപ്ഷൻ ബി 20 ജൂൾ, ഓപ്ഷൻ സി 50 ജൂൾ, ഓപ്ഷൻ ഡി 100 ജൂൾ. എ മൂവിംഗ് ബോഡി ഹാസ് കൈനറ്റിക് എനർജി 50 ജൂൾ. ദ വർക്ക് ഡൺ ടു സ്റ്റോപ്പ് ദ ബോഡി ഈസ് ഗിവൺ ബൈ. Answer 50 joule. A moving body has a kinetic energy of 50 joule. The work done to stop the body is given by 50 joule. Work done equal to change in kinetic energy. ഇവിടെ എങ്ങനെയാണ് 50 ജൂൾ വന്നതെന്ന് നോക്കാം. ഇവിടെ ക്വസ്റ്റനിൽ ഓൾറെഡി തന്നെ കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട് 50 ജൂൾ. അപ്പോൾ വർക്ക് ഡൺ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. ഫൈനൽ കൈനറ്റിക് എനർജി ഇവിടെ തന്നിട്ടുണ്ട് 50 ജൂൾ, ഇനിഷ്യൽ കൈനറ്റിക് എനർജി 0 ആണ്. 50 മൈനസ് 0 50 ജൂൾ. സിമ്പിൾ ക്വസ്റ്റൻ ആയതുകൊണ്ട് നമുക്ക് ക്വസ്റ്റനിൽ തന്നെ ആൻസറിലോട്ട് എത്താൻ കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റൻ ആണെങ്കിൽ ചോദ്യത്തിൽ മാസ് തന്നിട്ടുണ്ടാവും, വെലോസിറ്റി തന്നിട്ടുണ്ടാവും. തന്നിരിക്കുന്ന മാസിൻ്റെയും വെലോസിറ്റിയും വാല്യൂ നമ്മൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ടാണ് വർക്ക് ഡൺ കണ്ടുപിടിക്കേണ്ടത്. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ കെ ഇ, ഇത് കൈനറ്റിക് എനർജിയാണ്. കെ ഇ ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ. ക്വസ്റ്റിനിൽ തന്നെ കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. കൈനറ്റിക് എനർജി തന്നു കഴിഞ്ഞാൽ വർക്ക് ഡൗൺ കണ്ടുപിടിക്കാൻ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇവിടെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. വർക്ക് ഡൗൺ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ തന്നിട്ടുണ്ട്. വർക്ക് ഡൗൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. ഇവിടെ ഫൈനൽ കൈനറ്റിക് എനർജി ആയിട്ട് 50 ജൂൾ തന്നിട്ടുണ്ട്. ഇനിഷ്യൽ കൈനറ്റിക് എനർജി 0 ആയിരിക്കും. 50 ജൂൾ മൈനസ് 0 50 ജൂൾ. സോ വർക്ക് ഡൗൺ ഈക്വൽ ടു 50 ജൂൾ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഈ ക്വസ്റ്റനിൽ തന്നെ കൈനറ്റിക് എനർജി ഓൾറെഡി ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ ആണെങ്കിൽ മാസും വെലോസിറ്റിയും തന്നിട്ട് അതിൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചിട്ടാണ് ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കെ ഇ ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് mv സ്ക്വയർ. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. കൈനറ്റിക് എനർജി ക്വസ്റ്റൻ തന്നിട്ടുണ്ട്. ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ ആണെങ്കിൽ മാസ് തന്നിട്ടുണ്ടാവും, വെലോസിറ്റി തന്നിട്ടുണ്ടാവും. ഈ മാസും വെലോസിറ്റിയും വാല്യൂ നമ്മൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. ഹാഫ് ഇൻറ്റു m ഇൻറ്റു v സ്ക്വയർ കണ്ടുപിടിച്ച് കൈനറ്റിക് എനർജി കണ്ടുപിടിച്ച് ദെൻ ഫൈനൽ കൈനറ്റിക് എനർജിയിൽ നിന്ന് ഇനിഷ്യൽ കൈനറ്റിക് എനർജി മൈനസ് ചെയ്താലാണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്നത്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വർക്ക് ഡണ്ണിന് ഈക്വൽ ആണ്.
ഇവിടെ ക്വസ്റ്റിന് തന്നെ കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. സോ ഇക്വേഷൻ നോക്കുക. ഇക്വേഷൻ എന്താണ്? വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. എ മൂവിംഗ് ബോഡി ഹാസ് കൈനറ്റിക് എനർജി 50 ജൂൾ. ദ വർക്ക് ഡൺ ടു സ്റ്റോപ്പ് ദ ബോഡി ഈസ് ഗിവൺ ബൈ 50 ജൂൾ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റിൻ ആൻസർ 50 ജൂൾ. ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയാണ് ചോദ്യങ്ങൾ ആർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കൂടുതൽ ക്ലാസ്സുകൾ പെട്ടെന്ന് കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കിയത് ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഫിസിക്സിൻ്റെ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇനിയും ഇതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മോക്ക് ടെസ്റ്റ് വേണം എന്നുള്ളവർ കമൻറ്റ് ചെയ്യുക.